എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ റെഡ് ആപ്പിൾ ചാമ്പയുടെ അടുത്താണ്. അപ്പൊ റെഡ് ആപ്പിൾ ചാമ്പ കുറച്ച് വിളവെടുക്കാനായിട്ടുണ്ട്, നമുക്ക് വിളവെടുക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം ചാമ്പക്കയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ചാമ്പക്ക പൂവിടാനും പൂവിട്ടത് കൊഴിഞ്ഞു പോകാണ്ടിരിക്കാനും പിന്നെ നല്ല മധുരം വെക്കാനും എന്നൊക്കെ എന്താ ചെയ്യണ്ടേന്നുള്ളത്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ ഇത് കണ്ടില്ല, ഇതാണ് റെഡ് ആപ്പിൾ ചാമ്പ. ഇത് കണ്ട മുകളിലോട്ടൊക്കെ നിറച്ച് ചാമ്പക്ക ഉണ്ടായിട്ടുണ്ട് കണ്ട. അപ്പൊ നമുക്ക് ചാമ്പക്ക റെഡ് ആപ്പിൾ ചാമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വലിപ്പം വെക്കും, അതേപോലെ തന്നെ നല്ല മധുരവും ആയിരിക്കുള്ളൂ, കുരു ഉണ്ടാകൂല കേട്ടാ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ നിറച്ച് കായ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഇത് കായ്ച്ചു കിടക്കണ കാണാനൊക്കെ. ഇപ്പൊ ഇതില് പൂവിടുണ്ട്, ചെറിയ ചാമ്പക്കകൾ ഉണ്ട്, വിളവെടുക്കാനായിട്ടുള്ളതുണ്ട് കണ്ട. ഈ കമ്പുകളൊക്കെ കണ്ട, ഇതിപ്പോ പൂവിട്ടോണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് കുറെ നാൾ വരെ നമുക്ക് ചാമ്പക്ക വിളവെടുക്കാം, കാരണം പല ടൈപ്പിലുള്ള പൂക്കളൊക്കെയാണ് ഉള്ളത് കണ്ട. ഈ നമ്മ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിയിട്ടുണ്ട്, പ്രൂൺ ചെയ്ത് നിർത്തിയാലുള്ള ഗുണം കണ്ടില്ലേ. ഇതേപോലെ ചെറിയ കമ്പിലും താഴെയൊക്കെ നിറച്ച് ചാമ്പക്ക ഉണ്ടായിക്കൊണ്ടിരിക്കും, നമുക്ക് പറിക്കാനൊക്കെ എളുപ്പമാണ്. ഇത് കുറച്ച് മുകളിലോട്ട് പോയേക്കണേണ് ഈ മരം, അതുകൊണ്ടാണ് ഇത് മുകളിലാണ് ഉണ്ടായേക്കണത് അധികം കണ്ട. അപ്പൊ നമുക്ക് എപ്പോഴും ചാമ്പമരമൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം. പ്രൂൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് നമ്മുടെ കൈ എത്തിച്ച് പൊട്ടിക്കണ രൂപത്തിൽ നമുക്ക് ചാമ്പക്ക പറിക്കാം. ഇതിപ്പോ നമ്മ കുറെ തോട്ടിയൊക്കെ വെച്ച് പറിക്കേണ്ടി വരും കണ്ട. മുകളിലോട്ട് നിറച്ച് ചാമ്പക്ക ഉണ്ടായി കിടക്കുകയാണ്, പല ടൈപ്പിലുള്ള ചാമ്പക്കകളാണ് ഉള്ളത്. അപ്പൊ ഇല കുറവാണെങ്കിലാണ് ചാമ്പക്ക നന്നായിട്ട് ഉണ്ടാകണത്. അപ്പൊ നമ്മ എപ്പോഴും പ്രൂൺ ചെയ്യുക, അല്ലെങ്കിൽ ഇലകളൊക്കെ കളഞ്ഞ് നിർത്തിയാണ് നല്ലത്. ഞാനിപ്പോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഫ്രൂട്ട് മരത്തിന്റെ തോട്ടത്തിൽ ഒരിടയിലാണ് ഈ ചാമ്പക്ക മരം നിൽക്കണത്. അതുകൊണ്ട് തന്നെ കുറച്ച് സൂര്യപ്രകാശമൊക്കെ കുറവാണ്, എങ്കിൽ കൂടിയും അത്യാവശ്യം നന്നായിട്ട് ചാമ്പക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് വിളവെടുക്കാം കണ്ട. അപ്പൊ നമുക്കിപ്പോ ആദ്യം ഈ ചാമ്പക്ക തന്നെ വിളവെടുക്കാം. ചാമ്പ എന്ന് പറഞ്ഞാൽ നമ്മ പെട്ടെന്ന് തന്നെ വിളവെടുക്കാൻ, പെട്ടെന്ന് തന്നെ പറിക്കാൻ പറ്റിയതാണ് ചാമ്പക്ക. നമുക്ക് തോട്ടിയൊക്കെ വെച്ച് തോണ്ടിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ വീഴും. പിന്നെ അതുപോലെ പെട്ടെന്ന് വിളവെടുക്കാം പൂവിട്ട് കഴിഞ്ഞു കഴിഞ്ഞാല്. ഇത്രയും പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റിയ വേറെ ഫ്രൂട്ട് ഉണ്ടാകുക, കാരണം പൂവിടലും ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാം ഈ ചാമ്പക്ക. അപ്പൊ നമുക്ക് ചാമ്പക്ക എന്നൊക്കെ പറഞ്ഞാൽ നമുക്കിപ്പോ ഈ ചൂടിനൊക്കെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ചാമ്പക്ക. അപ്പൊ നമുക്ക് ഇനിയൊക്കെ മുകളിലൊക്കെ കിടക്കണം, നമുക്ക് തോട്ടി വെച്ച് പറിക്കാം ചാമ്പക്ക. അപ്പൊ കണ്ട മുകളിൽ നല്ല കൊലകൊലകളൊക്കെ ആയിട്ട് കായ്ച്ചു കിടക്കണേണ് കണ്ട. പിന്നെ ഒരു ഇരുന്നാലും നമുക്ക് പൊട്ടിക്കുമ്പത്തിന് വേദന നിറച്ച് വീഴും. ചാമ്പമരമൊക്കെ നമ്മുടെ വീട്ടില് നട്ടുപിടിപ്പിക്കണം നല്ലതാണ്, കാരണം നമുക്ക് വെറുതെ കഴിക്കാനും അച്ചാറിടാനും ജ്യൂസ് ഉണ്ടാക്കാനും ഒക്കെ നല്ലതാണ്. ജാമൊക്കെ ഉണ്ടാക്കാട്ടെ ചാമ്പക്ക വെച്ചിട്ട്. അപ്പൊ നമുക്ക് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടോന്നാണ് ഈ ചാമ്പക്ക. അപ്പൊ ഈ സമയത്ത് വേനൽക്കാലത്തൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നല്ല മധുരമായിരിക്കുള്ളൂ. നമ്മ മഴ പെയ്തഴിഞ്ഞാലാണ് ചാമ്പക്കക്ക് മധുരം കുറയണത്. ഇപ്പൊക്കെ ഉണ്ടാവുന്ന ചാമ്പക്കാന്ന് വെച്ചാല് നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെയായിരുന്നു. ഇനിയും ഒരുപാട് ചാമ്പക്ക പൊട്ടിക്കാനുണ്ട്. ഇപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഡെയിലി നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. അപ്പൊ നമുക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ് ചാമ്പക്ക. ചാമ്പക്കയിൽ ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വീട്ടിലൊരു ചാമ്പമരം എപ്പോഴും നല്ലതാണ്. പിന്നെ ധാരാളം കിളികള് ഇങ്ങോട്ട് വരുമ്പോ ധാരാളം കിളികൾക്ക് ഡെയിലി കഴിക്കാനുള്ള ഫ്രൂട്ടാണ് ഈ ചാമ്പക്ക. ഇഷ്ടം പോലെ കിളികളും മണ്ണാനൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ തോട്ടത്തിൽ പലതരത്തിലുള്ള. അപ്പൊ അവർക്കും ഇഷ്ടം പോലെ ഈ സമയത്ത് അവർക്കും ഇഷ്ടം പോലെ ചാമ്പക്കയൊക്കെ കഴിക്കുകയും ചെയ്യാം, നമുക്കും കഴിക്കാം. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ പറ്റിയാണ്, വലിയ പരിചരണമൊന്നും വേണ്ടാത്താണ് ചാമ്പക്ക. നമ്മുടെ വീട്ടിലൊരു ചാമ്പമരം എന്തായാലും എല്ലാവരും വെച്ചുപിടിപ്പിക്കണം, കാരണം നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഡ്രമ്മിലോ ബക്കറ്റിലോ ഒക്കെ നമുക്ക് വെച്ച് പിടിപ്പിക്കാനുള്ളൂ. നമുക്കപ്പോ ഒരു ചാമ്പക്ക ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കണ്ട നല്ല റെഡ് കളറൊക്കെയാണ് കണ്ട, കുരു ഇല്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നോമ്പാരം നമുക്ക് കഴിച്ചു നോക്കാനൊന്നും പറ്റൂല. ധാരാളം കണ്ട ധാരാളം ജലാംശമാണ് ചാമ്പക്കയില്. അപ്പൊ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കഴിക്കാനൊക്കെ നല്ലതാണ് ചാമ്പക്ക. എല്ലാവരും ഒരു ചാമ്പയുടെ മരമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിച്ചോ. നമുക്ക് ടെറസിലൊക്കെ ആയാലും വെച്ച് പിടിപ്പിക്കാം ചാമ്പക്ക. നമുക്ക് പ്രൂൺ ചെയ്ത്
നിർത്തി കഴിഞ്ഞാൽ കുറഞ്ഞ സ്ഥലം മതി ചാമ്പക്ക വളർത്താനായിട്ട്. അപ്പൊ എല്ലാവരും നഴ്സറികളിൽ നിന്നൊക്കെ നമുക്ക് പലതരത്തിലുള്ള ചാമ്പക്കകളുടെ തൈകൾ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാമ്പ മരം നിങ്ങൾക്ക് വളർത്താം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.